ശ്രീ KV സുമേഷ്, ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി. അഴീക്കോട് നിയോജകമണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് നീർക്കടവെന്ന്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവിടെ വരികയും തീരസേവനത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുകയും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു വള്ളങ്ങൾക്കുള്ള ഒരു ഫിഷ് ലാൻഡിംഗ് സെൻ്റർ എന്ന്. അത് മിനിസ്റ്റർ മുൻകൈ എടുത്ത് സാധ്യതാ പഠനം ഏർപ്പാടാക്കുകയും വലിയ അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ഈ സബ്മിഷനിലൂടെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും വലിയ ആഗ്രഹമായ ഈ ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ യാഥാർത്ഥ്യമാക്കുന്നതിന് വേഗതയിൽ നടപടി സ്വീകരിക്കാനാവുമോ എന്നാണ് സാർ ഈ സബ്മിഷനിലൂടെ ചോദിക്കുന്നത്. സർ, കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തീരദേശ ഗ്രാമമായ നീർക്കടവിൽ മത്സ്യം കരക്കടിപ്പിക്കൽ കേന്ദ്രം നിർമ്മിക്കണമെന്ന് ബഹുമാനായ ശ്രീ KV സുമേഷ് MLA ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവേഷണം നടത്താൻ 24 ലക്ഷം രൂപയുടെ ഭരണാനുമതി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നൽകി. തുടർന്ന് മാതൃകാ പഠനം നടത്താനായി തെരഞ്ഞെടുത്ത കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പൂനെയിലെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ പഠനം നടത്താൻ ആവശ്യമായ 9.94 ലക്ഷം രൂപ 21/8/24 നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാതൃകാ പഠനം ആരംഭിക്കുകയും 15/7/25 തീയതിയിൽ കരട് മാതൃകാ പഠന റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പൊതുജനങ്ങളിൽ നിന്ന് കരട് മാതൃകാ പഠന റിപ്പോർട്ടിനെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനായി 11/8/2025 ബഹു MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയുണ്ടായി. പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ച മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ച് ആവശ്യമായ പഠനങ്ങൾ നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ CWPRSനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. CWPRSൽ നിന്നും റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ CRSന്റെ അനുമതിക്കായി സമർപ്പിച്ച് പദ്ധതിക്ക് ആവശ്യമായ പണം ഇതിനുവേണ്ടി വെച്ചുകൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് സഭയ്ക്ക് ഉറപ്പു നൽകുക.